ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സിമ്പിൾ ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ല ചൂടാണ് പുറത്ത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും വണ്ടിയുടെ AC കൂളിംഗ് ഒന്ന് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ ഫീൽ ചെയ്യണ കൂടാണ്ട് വണ്ടിക്കകത്തൊരു ബാഡ് സ്മെല്ലും ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പരിഹരിക്കാൻ പറ്റും. അതിന് വേണ്ടി ഇതൊരു ടൊയോട്ട എത്തിയോസ് GD ഓപ്ഷനാണ്, അതായത് ഡീസൽ വേരിയൻറ്റ് വണ്ടിയാണ്. ഞാൻ അതിലാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ഇതേ കണക്കായിരിക്കും. ഞാൻ ഇതിന് ജെന്യൂൻ ആയിട്ടൊരു AC ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് AC ഫിൽറ്റർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ മാറ്റാൻ നോക്കാം. അതിന് നമ്മൾ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ട് AC-യുടെ ഒരു മെക്കാനിസം ഉണ്ടാകും. കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലല്ല, കോ ഡ്രൈവർ സീറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വണ്ടിയുടെ ഡേഷിൻ്റെ അടിയിലായിട്ട് ഒരു AC മെക്കാനിസം ഉണ്ടാവും. അപ്പോൾ ആ മെക്കാനിസത്തിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഞാനിപ്പോൾ ഇത് ഇളക്കിയിട്ടുണ്ട്. അതായത് നോക്കൂ, ഇത് ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ? ഈ ഒരു പോർഷനിലായിട്ട് ഇത് കാണുന്നുണ്ടോ? ഈ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു ഫിറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ഇത് ജസ്റ്റ് കണ്ട ഇങ്ങനെ പ്രസ് ചെയ്ത് നിങ്ങൾ ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു, ഇതൊരു ടൊയോട്ട GD ഓപ്ഷനാണ്. എല്ലാ വണ്ടിയിലും ഏകദേശം ഇതേ കണക്കായിരിക്കും കേട്ടോ. അപ്പം ഇത് ഊരി എടുത്തിട്ട് അതിനകത്ത് ഇതാ നോക്കൂ, കൈയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടാ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ഫിൽറ്റർ ഇളക്കിയെടുക്കാൻ കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് നിന്ന് അഴുക്ക് കണ്ടോ? ഇത് കസ്റ്റമർ എനിക്കൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഇതാണ് ഇത് കണക്ക് ഇന്ന് ഫിൽറ്റർ ഇളക്കിയെടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. ഫിൽറ്റർ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ നോക്കൂ, ഇതിനകത്തൊരു പുതിയ ഫിൽറ്റർ എടുക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതിലൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എയർ ഫ്ലോ, എപ്പോഴും എയർ ഫ്ലോ ഫ്രണ്ടിൽ നിന്ന് ഇനി ബാക്കിലോട്ട് വലിച്ചെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. കാര്യം നമ്മളെ ബ്ലോവർ ഇതിൻ്റെ ബാക്കിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ബ്ലോവർ AC-യുടെ എയറിനെ വലിച്ചെടുത്ത്, അതായത് വണ്ടിക്കകത്തു നിന്നുള്ള എയറിനെ സർക്കുലേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ജസ്റ്റ് നോട്ട് ചെയ്യുക. ആ ഡയറക്ഷൻ നോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ജസ്റ്റ് ആ ഡയറക്ഷനിലോട്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിടാൻ വളരെ എളുപ്പമാണ്. ഇപ്പം ടൊയോട്ട വണ്ടിക്ക് നോർമലി മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം എല്ലാ മാരുതി വണ്ടിയിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ചില സെലക്റ്റഡ് വണ്ടികളിൽ ഒത്തിരി പാടായിരിക്കും ഇത് ഇളക്കാൻ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയി ചെയ്യാം. അതാണ് ഇത് കണക്ക് സ്ലൈഡ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും. ഇത് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കയറാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കണ്ട. എന്നാലും സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ കയറ്റിയിട്ടു. അപ്പം ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.